കിഫ്ബിയുടെ ചിറകിൽ വമ്പൻ കുതിപ്പിലാണ് സംസ്ഥാനം. ഇതുവരെ ചെറുതും വലുതുമായ 1000-ലേറെ പദ്ധതികളാണ് അനുവദിച്ചത്. അതിനായി നീക്കിവച്ച തുകയുടെ കണക്ക് 90,000 കോടിയിൽ ഏറെയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിനാണ് കിഫ്ബി നേതൃത്വം നൽകിയത്. കേവലം ഒരു ധനസമാഹരണ ഏജൻസി എന്നതിലുപരി സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന കുതിപ്പിന് കിഫ്ബി വഴിയൊരുക്കി. നാട്ടിലൊന്നിറങ്ങി നടന്നാൽ അനേകം കിഫ്ബി പദ്ധതികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ എല്ലാവരും ഇന്ന് കിഫ്ബിയുടെ ഗുണഭോക്താക്കളാണ്. ഇതുവരെ 98,837 കോടി രൂപയുടെ വമ്പൻ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഇത് വെറുമൊരു കണക്കല്ല, മറിച്ച് വരും ദശകങ്ങളിലെ കേരളത്തിന്റെ വളർച്ചയുടെ അടിത്തറയാണ്. കിഫ്ബിയുടെ നിക്ഷേപത്തിൽ സിംഹഭാഗവും വരുന്നത് ഗതാഗത പശ്ചാത്തല സൌകര്യ മേഖലകളിലാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 535 പദ്ധതികളിലായി 40,392 കോടി രൂപയാണ് അനുവദിച്ചത്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 3,241 കോടി രൂപ നൽകി. നടപ്പാക്കിയ പദ്ധതികളുടെ എണ്ണം 158. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 70 പദ്ധതികൾക്കായി 2,536 കോടി രൂപ അനുവദിച്ചു. ആരോഗ്യ മേഖലയ്ക്ക് 119 പദ്ധതികളിലായി 7,495 കോടി രൂപയും നീക്കിവെച്ചു. സർക്കാർ ആശുപത്രികളെയും വിദ്യാലയങ്ങളെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ഈ നിക്ഷേപം കൊണ്ട് സാധിച്ചു. നാടിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ 105 ജലവിതരണ പദ്ധതികൾ നടപ്പിലാക്കി. ഇതിനായി ചെലവഴിച്ചത് 7,239 കോടി രൂപയാണ്. ഊർജ്ജ മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ 5,200 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന പദ്ധതികളായിരുന്നു ഇവയെല്ലാം. വ്യവസായത്തിന് ഭൂമി ഏറ്റെടുക്കൽ ഭാവിക്കായുള്ള നിക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 20,000 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. ഏകദേശം 14,006 കോടി രൂപ മുടക്കിയ 3 വ്യവസായ പാർക്കുകൾ, സ്ഥലം ഏറ്റെടുക്കാൻ 2,214 കോടി രൂപ നീക്കിവെച്ച കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ പദ്ധതികൾ കേരളത്തിന്റെ വ്യവസായ ഭൂമികയെ മാറ്റിമറിക്കും. ദേശീയപാത വികസനത്തിനായി 6,769 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനായി മാറ്റിവെച്ചിട്ടുണ്ട്. തീരദേശ വികസനം 3,520 കോടി രൂപ, IT മേഖലയ്ക്ക് 2,536 കോടി രൂപ, കായികം 988 കോടി രൂപ എന്നിങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന സമഗ്ര വികസനമായിരുന്നു